നമസ്കാരം. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ തിരുനാവായ മാഘ മഹോത്സവത്തിൽ നിന്നുമുള്ളതാണ്. ഇവിടെ ഒരു സന്യാസി എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് കാണാം. എന്നാൽ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയിൽ നിന്നും അനുഗ്രഹം വാങ്ങിക്കുകയും ആ പെൺകുട്ടിക്ക് ദക്ഷിണ കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിന് കാരണം എന്തെന്ന് നമുക്ക് നോക്കാം. പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്നത് ഒരു സ്പന്ദനം അഥവാ വൈബ്രേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വൈബ്രേഷന്റെ വിവിധ ഫ്രീക്വൻസികളാണ് സനാതന ധർമ്മത്തിൽ ആരാധിക്കുന്ന ഓരോ ദേവതകളും. അതിൽ തന്നെ നമുക്ക് കുടുംബ ദേവതകൾ ഉണ്ട്, കുലദേവതകളുണ്ട്, ഇഷ്ടദേവതകളുണ്ട്. ഈ ഭൂമിയിലെ ഓരോ ജന്മവും ഈ ദേവതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ ദേവതകളുടെ അതേ വേവ്ലെങ്തിൽ പിറവിയെടുക്കുന്നവർ ഉണ്ട്. അവരെ നമുക്ക് ഡിവൈൻ സോളുകൾ എന്ന് വിളിക്കാം. അവർ ഇതിൽ ഏതെങ്കിലും ദേവതയുടെ ഫ്രീക്വൻസിയിൽ തന്നെ ആയിരിക്കും ജനിച്ചിട്ടുള്ളത്. കുട്ടിക്കാലം മുതൽ തന്നെ അവരുടെ ജീവിത രീതിയിൽ എന്തെങ്കിലും അസാധാരണത്വം ഉണ്ടായിരിക്കും. അവരുടെ ജന്മത്തിന് ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരിക്കും. ആ കുടുംബത്തിലെ പല തലമുറകളുടെയും കാർമ്മികം ആ ഒരു ഡിവൈൻ സോളിലൂടെ ആയിരിക്കും ന്യൂട്രലൈസ് ആകുന്നത്. ഇത് തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും ഒരു വ്യക്തി ആ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ ഡിവൈൻ സോളിനെ അവർ ശരിയായ പാതയിൽ നയിക്കും. എന്നാൽ ഭൂരിഭാഗം കുടുംബങ്ങളിലും ഇത് തിരിച്ചറിയുന്നില്ല. അവർ ഈ ഡിവൈൻ സോളുകളെ മാറ്റി നിർത്തുകയോ മാനസിക പ്രശ്നങ്ങൾ ആരോപിക്കുകയോ ചെയ്യും. അതിനാൽ ഭൂരിഭാഗം ഡിവൈൻ സോളുകളും തങ്ങളുടെ ജന്മലക്ഷ്യം തിരിച്ചറിയാതെ സാധാരണ ജീവിതം നയിച്ച് കാർമ്മിക ബന്ധങ്ങളിൽ അകപ്പെടുന്നു. എന്നാൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ലഭിച്ചാലും അവർക്ക് ആത്മസംതൃപ്തി ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് സോളുകൾ ഇവരുടെ എനർജി മനസ്സിലാക്കി അവരെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വളരെ ചെറിയൊരു വിഭാഗം ഡിവൈൻ സോളുകൾ തങ്ങളുടെ ജന്മലക്ഷ്യം തിരിച്ചറിയാറുണ്ട്. അങ്ങനെയുള്ളവർ സാധനയിലൂടെ തങ്ങളുടെ എനർജി വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവരെ പ്രപഞ്ചം തന്നെ ശരിയായ വഴിയിൽ എത്തിക്കുവാൻ ശ്രമിക്കും. പക്ഷേ അത് അവരുടെ ഭൗതിക ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സൃഷ്ടിച്ചെന്ന് വരാം. വളരെ സ്മൂത്തായി പോകുന്ന ഒരാളും ആത്മീയതയിലേക്ക് വരണമെന്നില്ല. അതിനാലാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് തിരിച്ചറിഞ്ഞ് തന്റെ യഥാർത്ഥ വഴിയിലേക്ക് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. പ്രപഞ്ചം തന്നെ ഡിവൈൻ സോളുകൾക്ക് തങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ചിലപ്പോൾ ചില സ്വപ്നങ്ങളായാകാം, ചില വീഡിയോകൾ കാണുമ്പോൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ആകാം, ചില ഗുരുക്കന്മാരുടെ സ്വാധീനവും ആകാം. ചിലർക്ക് പല ദൃശ്യങ്ങൾ കാണുമ്പോഴും പല കാര്യങ്ങൾ കേൾക്കുമ്പോഴും ശരീരത്തിൽ വൈബ്രേഷൻ അനുഭവപ്പെടാറുണ്ട്. ചില എനർജി പോയിന്റുകളിൽ എത്തിപ്പെടുമ്പോഴും അവർ ആ എനർജിയുമായി കണക്ട് ആകാറുണ്ട്. എൻ്റെ ഏതാനും നാളത്തെ ഈ ആത്മീയ യാത്രയിൽ ഇതുപോലെയുള്ള നിരവധി ഡിവൈൻ സോളുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ധാരാളം കുട്ടികളുമുണ്ട്. കാരണം ഈ ലോകത്തിന്റെ എനർജി വലിയൊരു മാറ്റത്തിലേക്ക് പോകുകയാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ നിരവധി ഡിവൈൻ സോളുകളും സിദ്ധന്മാരും യോഗിമാരും പുനർജന്മം എടുത്തിട്ടുള്ളത്. ഇത്തവണ അതിന്റെ വേവ് ആരംഭിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുമാണ്. അതിന്റെ ലക്ഷണങ്ങൾ വളരെ ശക്തമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടിയുടെ എനർജി വെച്ച് നോക്കുമ്പോൾ അത് ഒരു ഡിവൈൻ സോളാണ്. ആ എനർജി നാഗസന്യാസിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ആയിരക്കണക്കിന് ഡിവൈൻ സോളുകൾ നമ്മുടെ ലോകത്തെ സത്യയുഗത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.